ഹായ് പ്ലസ് ടു മക്കളെ, നിങ്ങളുടെ നെക്സ്റ്റ് എക്സാം സെക്കൻഡ് ലാംഗ്വേജ് ആണ്. പലർക്കും വലിയ സീരിയസ് ഒന്നും ഇല്ലാത്ത സബ്ജക്റ്റാണ് ഈ സെക്കൻഡ് ലാംഗ്വേജ്. പക്ഷേ മക്കളെ, പബ്ലിക് എക്സാം അല്ലടാ. നിങ്ങൾ കുറച്ചൊക്കെ സീരിയസ് ആയാലേ പണി പാടും കേട്ടോ. കാരണം നിങ്ങൾ പ്ലസ് വണ്ണിലെ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഏത് ലാംഗ്വേജ് അതൊന്ന് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് നോക്കാം. കാരണം നിങ്ങൾ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 100 ഉണ്ടാവും, എന്നാൽ 99, 98, 90, 85 കിട്ടിയ ആൾക്കാരൊക്കെ പ്ലസ് വണ്ണിൽ നിങ്ങൾ മനസ്സിലാക്കുക അവരും നിങ്ങളെപ്പോലൊക്കെ തന്നെ ആയിരുന്നു. എന്തൊക്കെയോ ചെറിയ ചെറിയ കയ്യബദ്ധം, ചെറിയ ചെറിയ മിസ്റ്റേക്സ്, ചെറിയ ചെറിയ ഉഴപ്പ്, അതൊക്കെ കാരണം പിന്നെ ഭാഗ്യമില്ലായ്മ ഒക്കെ കൂടി കാരണം 100 കിട്ടാത്ത ഒരുപാട് പേര് സെക്കൻഡ് ലാംഗ്വേജിലുണ്ട്. അപ്പോൾ സില്ലി ആക്കണ്ട, മേ ബി ഈ വർഷം നിങ്ങളായിരിക്കും ആ മാർക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൽ പെടാതിരിക്കാൻ ഞാനൊരു സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. സെക്കൻഡ് ലാംഗ്വേജിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ട്രിക്സ് പറഞ്ഞുതരാം. ആൻഡ് ഒരു അനൗൺസ്മെന്റ് കൂടി നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ലൈവായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മലയാളം, അറബിക്ക്, ഹിന്ദി, സാൻസ്ക്രിറ്റ് ആൻഡ് ഉറുദു ആണ്. ബാക്കി സബ്ജക്ട്സ് നമ്മൾ നിലവിൽ റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അക്കൂട്ടർ എന്ത് ചെയ്യുക, മാക്സിമം സ്കൂളിലെ ക്ലാസ്സോ അല്ലെങ്കിൽ മറ്റ് ക്ലാസ് എന്തെങ്കിലും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾ അത് കണ്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആൻഡ് ഒരു കാര്യം കൂടി, നമ്മൾ ആർക്കും ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് അറിയാലോ, ലാംഗ്വേജ് ക്ലാസ് കാണാൻ മാത്രം മറ്റ് പ്ലാറ്റ്ഫോമിൽ എഡ്യൂബോർഡിൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അക്കൂട്ടർ ഒന്ന് കമൻറ്റ് ചെയ്യണം, നമുക്ക് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ്. മലയാളത്തിന് ജയ്സൽ സാറാണ്, അറബിക് നമ്മുടെ ഷെയ്ർ സാറാണ്, ഹിന്ദി നമ്മുടെ ജിമ്മൻ സാറാണ്, പിന്നെ അതേപോലെ സാൻസ്കൃത് ശ്രീനിവാസൻ സാറാണ്, ഉറുദു മിഥിലാജ് സാറാണ്. കഴിഞ്ഞ വർഷം നിങ്ങളെ പഠിപ്പിച്ചവർ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാം അവരുടെ ലെവൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിക്കാം എന്ന് ഞാൻ ആദ്യമേ പറയാണ്. ഇനി ബാക്ക് ടു ദിസ് ടോപ്പിക്. സെക്കൻഡ് ലാംഗ്വേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരാൻ പോകുന്ന കാര്യങ്ങൾ. ഒന്ന്, എഴുതാൻ അറിയാത്ത പ്രശ്നം. നിങ്ങൾ പ്ലസ് ടുവിന് ആലോചിച്ച് നോക്ക്. പ്ലസ് ടുവിൽ നിങ്ങൾ എപ്പോഴാണ് സെക്കൻഡ് ലാംഗ്വേജ് പ്രോപ്പറായിട്ടൊരു പേജ് തികച്ച് എഴുതിയിട്ടുണ്ടാവുക? സ്കൂളിൽ ഹോംവർക്ക് എന്നാൽ സെക്കൻഡ് ലാംഗ്വേജ് പൊതുവെ ഹോംവർക്ക് തരാറില്ല, തന്നാൽ തന്നെ അല്ലാണ്ട് എഴുതാറുമില്ല പല ആൾക്കാരും, അല്ലേ? കാരണം മറ്റ് സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്ന തിരക്കിലും നമ്മൾ പൊതുവേ സെക്കൻഡ് ലാംഗ്വേജിന് അവഗണന ഉണ്ടാവാറ്. അതുകൊണ്ട് നിങ്ങൾ എഴുതിയിട്ടില്ല അല്ലേ? എന്നോ എഴുതിയതാ. ലാസ്റ്റ് ചിലപ്പോൾ മോഡൽ എക്സാം എഴുതിയിട്ടുണ്ടാവും, അതിന് മുമ്പ് ക്രിസ്മസ് എക്സാം എഴുതിയിട്ടുണ്ടാവും, അതിന് മുമ്പ് ഓണപരീക്ഷ എഴുതിയിട്ടുണ്ടാവും. ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു. സാറ് ഹിന്ദി ആയിരുന്നേ, അതുകൊണ്ട് എനിക്ക് ഹിന്ദി എഴുതാൻ ഇപ്പോഴും അറിയില്ല, തീരെ അറിയില്ല. പക്ഷെ അതുകൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാതെ മാർക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഇന്ന് രാത്രി ലൈവ് അടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ആ ഗ്യാപ്പിൽ കുറച്ചെങ്കിലും ഒരു പേജ് 2 പേജുകൾ എഴുതി നോക്കടാ. അതായത് ആദ്യമായിട്ട് ഹിന്ദി അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ അറബിയൊക്കെ നിങ്ങൾ നേരെ പോയിട്ട് എക്സാം പേപ്പറിൽ എഴുതാതെ അതിൻ്റെ മുമ്പൊന്നും എന്ത് ചെയ്യുക, ഒരു പേജെങ്കിലും തികച്ചൊന്ന് എഴുതി നോക്കുക. നമ്മുടെ കൈയക്ഷരം, നമ്മുടെ വിരലുകൾ അതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ അത്ര ഉപയോഗിക്കാത്ത അക്ഷരങ്ങളാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ സാറ് മലയാളം എഴുതുമ്പോൾ തന്നെ സാറ കൈയക്ഷരം അത്ര അടിപൊളിയല്ല ഇപ്പം വന്നത്, കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്നു. കാരണം ഞാനിപ്പോൾ കുറേ കാലത്തിന് ശേഷം മലയാളം എഴുതുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്, ചില അക്ഷരങ്ങൾ പ്രത്യേകിച്ച് ഒടിഞ്ഞ് കിട്ടാത്ത ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ ഒരു പേജോ 2 പേജൊക്കെ ഒന്ന് എഴുതി നോക്കണം, മിനിമം ഒന്ന് എഴുതി നോക്കുക. രണ്ടാമത്തെ പോയിന്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കേസിൽ പ്രത്യേകിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ പ്ലസ് 1 എഴുതിയ സമയത്ത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എഴുതിയാൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുന്ന ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ അതൊക്കെ വല്ലാണ്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവുമോ? നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് പ്ലസ് 1 കിട്ടിയ മാർക്ക് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക സെക്കൻഡ് ലാംഗ്വേജിൽ എന്ന് വിചാരിക്കുക. ടീച്ചേഴ്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ശരിക്കും കൺസിഡർ ചെയ്തിട്ടുണ്ടാവുമോ? ഇല്ലല്ലോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൺസിഡർ ചെയ്താൽ നമുക്ക് നല്ല മാർക്ക് കുറയും, ഗ്രാമർ മിസ്റ്റേക്ക് കൺസിഡർ ചെയ്താൽ നല്ല മാർക്ക് കുറയും. എന്നാൽ പൊതുവെ ഇതൊന്നും എന്ത് ചെയ്യാറില്ല, അത്ര ഉണ്ട് വല്ലാണ്ടൊന്നും ശ്രദ്ധിക്കാറില്ല, കുറച്ചൊക്കെ കണ്ണടച്ച് വിടാറാണ്. പൊതുവെ ലിബറലാണ് വാല്യുവേഷൻ. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക് വല്ലാണ്ട് എന്ത് ചെയ്യട്ടെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഗ്രാമറിൻ്റെ മാത്രം ടോപ്പിക് ഉണ്ട്, അത് ഗ്രാമർ ശരിയാക്കിയേ പറ്റൂ. അപ്പോൾ മാക്സിമം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒരു തവണ എഴുതിയത് വായിച്ച് നോക്കാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, വൻ മണ്ടത്തരങ്ങളൊന്നും എഴുതുക, എസ്പെഷ്യലി ഹെഡിങ്. ഉള്ളിലൊക്കെ ചെറുതൊക്കെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും, പക്ഷേ ഹെഡിങ് ആയിട്ട് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എഴുതുന്നതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി അടുത്താണ് ടൈം മാനേജ്മെൻറ്റ്. ഇതാണ് കഴിഞ്ഞ വർഷം മാർക്ക് നഷ്ടപ്പെട്ടല്ല പ്രധാന വില്ലൻ. കാരണം വലിയ കുഴപ്പമൊന്നുമില്ല ഈ ബാക്കി കോർ സബ്ജക്റ്റ്, ഇപ്പോൾ ഫിസിക്സോ മാത്സോ അക്കൗണ്ടൻസിയോ എക്കണോമിക്സോ അങ്ങനെ പോലെയൊന്നും അത്ര ഒരുപാട് പഠിക്കാനൊന്നുമില്ല. എന്നാൽ ആ എക്സാം 80 മാർക്കിനായതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. 8 മാർക്കിന് ചോദ്യമുണ്ട്. ചില ചോദ്യങ്ങളൊക്കെ ഒരു 1.5 പുറക്ക് എഴുതണം, അല്ലെ 2 പുറക്ക് എഴുതണം. അത് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റ് ചോദ്യങ്ങൾക്ക് ടൈം കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സിമ്പിൾ ട്രിക്ക് ടൈം മാനേജ്മെൻറ്റ്. ഒന്ന്, നിങ്ങൾ ടൈം എന്ത് ചെയ്യുക, എക്സാമുകളിൽ കളയാതെ വെക്കുക. അപ്പുറത്തോന് എന്ത് ചെയ്യുന്നു അല്ലേ, ചില കുട്ടികൾക്ക് അങ്ങനെ ട്രെൻഡ് ഉണ്ട്. എക്സാം എനിക്ക് ടഫാണ്, അപ്പോൾ അപ്പുറത്തോന് നോക്കൂ, ഓനും ടെൻഷൻ അടിച്ച് നമ്മൾ അങ്ങോട്ട് ഒരു മൊത്തോട് നോക്കി ടഫാണല്ലേ, അപ്പോൾ നമുക്കൊരു സമാധാനം വരാനുണ്ട്. അതൊന്നും സെക്കൻഡ് ലാംഗ്വേജിന് വരാനില്ല. അങ്ങോട്ട് എഴുതുക കേട്ടോ, കംപ്ലീറ്റ് ഇരുന്ന് എഴുതുക. എക്സാമുകളിൽ സമയത്തിന് കയറുക, ഏറ്റവും അവസാനം ടീച്ചർ കയ്യിൽ നിന്ന് വാങ്ങുന്ന പിടിച്ചു വാങ്ങില്ല ആ ടൈം വരെ നിങ്ങൾ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ടൈം കിട്ടും. പിന്നെ ഒരു ചോദ്യം, ചില കുട്ടിയുടെ എക്സാമ്പിൾ ഞാൻ വെച്ച് പറയാം. ചില ആൾക്കാർക്ക് ഒരു ലെറ്റർ എഴുതാൻ ചോദ്യം വന്നു കഴിഞ്ഞാൽ ലെറ്ററിൻ്റെ ഫോർമാറ്റൊക്കെ എഴുതി തുടങ്ങും. അങ്ങനെ ഈ ഭാഗത്ത് എത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് കത്തിച്ച് വിടലാണ്, അങ്ങോട്ട് തള്ളി വിടും. അതായത് ഒരു അച്ഛൻ മോക്ക് കത്ത് എഴുതുമ്പോൾ സുഖമാണോ, അമ്മക്ക് എന്താണ്, വിശേഷം എന്താണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കത്തി കയറി പോകും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അതിന് ആ ഒരു ഫോർമാറ്റ്, ഇവിടെ കുറച്ചൊരു കാര്യങ്ങൾ മതി, പിന്നെ ആ ഫോർമാറ്റ് കഴിഞ്ഞ് ഇത് ക്ലോസ് ചെയ്യുക എന്നുള്ള പറഞ്ഞതാണ്. അപ്പോൾ ഒരു ചോദ്യത്തിന് ഒരു മിനിമം ഒരു സാധനം എഴുതിയാൽ മതി. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ ആ മിനിമം ഏതാണെന്ന് നമ്മുടെ ഫാക്കൽറ്റീസ് പറഞ്ഞുതരും, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക. ആ മിനിമത്തിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പോകേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ
പെട്ടെന്ന് നിർത്താനുള്ള പെട്ടെന്ന് നിർത്തുക, ഒരു ചോദ്യത്തിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ ടോപ്പിക് ശ്രദ്ധിക്കുകയാണ്. ഇനിയാണ് ഫോർമാറ്റ്സ് അറിയാത്തത്. ഫോർമാറ്റ്സ് നിങ്ങൾക്കറിയാം, ചില ഫോർമാറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ അനൗൺസ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവും, പോസ്റ്ററിന് ഫോർമാറ്റ് ഉണ്ടാവും, റേഡിയോ അനൗൺസ്മെൻറ്റ് വേറെ പോസ്റ്റർ ഉണ്ടാവും, ഇമെയിലിന് വേറെ ഫോർമാറ്റാണ്. അപ്പോൾ ആ ഫോർമാറ്റുകൾ മിനിമം അറിഞ്ഞിരിക്കണം. അതില്ലാതെ കാര്യമില്ലല്ലോ. ഇമെയിലിൻ്റെ ഫോർമാറ്റ് എടുത്തിട്ട് നമുക്ക് കത്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിക്കണം. അത് നമ്മൾ ലൈവിൽ പഠിപ്പിച്ചു തരും. ഒറ്റ ലൈവിൽ ആ ഫോർമാറ്റ് നിങ്ങൾ ക്ലിയർ ചെയ്യും കേട്ടോ. ഫോർമാറ്റ്സ് എല്ലാം പഠിക്കണം. അതൊന്നും തുണ്ട് വെച്ച് ബിറ്റും വെച്ച് പോകല്ലേ, മോശം പരിപാടി. അതുപോലും പഠിക്കാൻ പറ്റില്ല, വളരെ മോശം പരിപാടിയാണ്. ഇനി ലാസ്റ്റ് പോയിന്റാണ് ചാപ്റ്റർ സമ്മറി അറിയാത്ത പ്രശ്നം. പല കുട്ടികളും നേരെ എക്സാമുകളിൽ പോവുക. അവിടെ വരുന്നവർക്ക് എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം, മലയാളം നന്നായിട്ട് അറിയാം, അറബി ഞാൻ കത്തിയടിക്കും എന്നൊക്കെ പറഞ്ഞു പോകും. ചില ആൾക്കാർ പറയാം അറബിയൊക്കെ ഫാത്തി എഴുതിയിട്ട്. എടാ, നമ്മൾക്കൊരു പഠിക്കാനുള്ള ഒരു കഥാപാത്രത്തിന് ഒരു ചാപ്റ്ററിൽ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ലെറ്റർ എഴുതാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം അറിയണ്ടേ അല്ലേ? അല്ലാതെ വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തട്ടിവിട്ട് കാര്യമുണ്ടോ? കത്തിരിച്ചൊരു കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അത് ടീച്ചേഴ്സിന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ അറിയില്ല, ഇൻസിഡൻസ് അറിയില്ല, ക്യാരക്ടേഴ്സ് ആരാണല്ലോ, എഴുതിയത് ആരാ അറിയില്ലെങ്കിൽ അത് വലിയൊരു നെഗറ്റീവാണ്. അപ്പോൾ ടീച്ചേഴ്സിന് പൊതുവേ നിങ്ങളോട് ഇവനൊരു റെസ്പെക്റ്റ് ഇല്ല ലാംഗ്വേജിനോട് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്ക് കുറയ്ക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതെന്തല്ല, ചോദ്യത്തിന് ഉത്തരവാവില്ല. അപ്പോൾ മിനിമം നിങ്ങൾ ആ ചാപ്റ്റർ സമ്മറി പഠിക്കുക. അത് ഞങ്ങൾ ഷോർട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൾറെഡി മൈക്രോബിറ്റ് സ്റ്റൈൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് പോരായിട്ട് ലൈവായിട്ട് കേട്ടോ നമ്മുടെ പ്ലസ് 2 ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് രാത്രി ഞാൻ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്ന എക്സാമിൻ്റെ തലേന്നായി ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ ചാപ്റ്റർ സമ്മറി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ലൈവായിട്ടാണ്. അപ്പോൾ അതിൽ അറബി, സാൻസ്ക്രിത്, ഹിന്ദി, മലയാളം, ഉറുദു നമ്മൾ ഫുൾ ചാപ്റ്റർ സമ്മറി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ചാപ്റ്റർ സമ്മറി കറക്റ്റ് ആവും. പിന്നെ ബാക്കി ഡിസ്കോഴ്സസ്, മറ്റ് ഗ്രാമർ പാർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് എക്സാമിൻ്റെ തലേ ദിവസമാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ രാവിലത്തെ ഒരു കുഞ്ഞു റോക്കറ്റ് റിവിഷൻ ഉണ്ടായിരിക്കും. സോ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, കഴിഞ്ഞ വർഷം മറ്റുള്ളവർക്ക് പറ്റിയ മിസ്റ്റേക്ക്, മാർക്ക് നഷ്ടപ്പെട്ടവർക്ക് മിസ്റ്റേക്സ്, ചെറിയ കൈപ്പിഴകളൊക്കെ നിങ്ങൾക്ക് വരാതെ നിങ്ങൾ നോക്കുക. ആൻഡ് മാക്സിമം നിങ്ങളെ മാർക്ക് നിങ്ങൾ സേഫ് ആക്കുക. 100 തന്നെ ആക്കുക. സെക്കൻഡ് ലാംഗ്വേജ് റിസൾട്ട് വരുമ്പോൾ 200 ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുകയാണ്. സോ ഓൾ ദ ബെസ്റ്റ്. അല്ല, വീഡിയോയുടെ ലിങ്ക്സ് ഒക്കെ താഴെ കമൻറ്റിൽ ഉണ്ടാവും കേട്ടോ. അതേപോലെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ടാവും. അതിലാണ് നമ്മൾ മൈക്രോബിറ്റ്സ് സെൻഡ് ചെയ്യുക.